കോതമംഗലം ആവോലിച്ചാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. ഒരു രാത്രി കൊണ്ട് 300ഓളം വാഴകളാണ് നശിച്ചത്. ആവോലിച്ചാൽ പേരക്കുത്ത് മേഖലയിൽ രാത്രിയെത്തിയ കാട്ടാനകൾ ജോൺസൺ, രാജാജി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള 300ഓളം വാഴകളാണ് നശിപ്പിച്ചത്. വന്യജീവി ശല്യത്തിൽ ദുരിതം അനുഭവിക്കുന്ന കർഷകർക്ക് ഇത് കനത്ത തിരിച്ചടിയായി. പാലമറ്റം മുതൽ ആവോലിച്ചാൽ വരെ ഏകദേശം 7 കിലോമീറ്റർ ദൂരത്തിൽ ഫെൻസിംഗ് ആവശ്യമാണ്. അതിൽ 2.5 കിലോമീറ്റർ മാത്രം ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ പൂർത്തിയാക്കാനായി. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പുകൾ മാത്രമാണ് ഉണ്ടായതെന്നും ഇത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെയും അനാസ്ഥയുടെയും വ്യക്തമായ തെളിവാണെന്നും UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപടം ആരോപിച്ചു. ഫെൻസിംഗ് നിർമ്മാണത്തോടൊപ്പം സാധ്യമല്ലാത്ത ഇടങ്ങളിൽ ട്രെഞ്ച് നിർമ്മാണവും അടിയന്തരമായി ആരംഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള സഹകരണമില്ലാത്തതുകൊണ്ടാണ് ട്രെഞ്ച് ഉൾപ്പെടെയുള്ള പരിപാടികളിലേക്ക് പോകാൻ കഴിയാതെ വരുന്നത്. ട്രെഞ്ച് താത്തുക എന്നുള്ളതാണ് ഈ കാട്ടാന ശല്യത്തിന് ശാശ്വതമായ പരിഹാരം. നമുക്കിവിടെ അറിയാം, കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലി പ്രദേശത്ത് ഏതാണ്ട് 3.5 കോടി മുടക്കിയാണ് അവിടെ ഫെൻസിങ് സ്ഥാപിച്ചത്. ആ ഫെൻസിങ് എല്ലാം ഇന്ന് കാട്ടാനകൾ നശിപ്പിച്ച് യഥേഷ്ടം ജനവാസ മേഖലയിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് അവിടെയൊക്കെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് തീർച്ചയായും ഫെൻസിങ് കൊണ്ട് ഒരു പരിഹാരം ഉണ്ടാകാൻ കഴിയുന്നില്ല. ട്രെഞ്ച് താത്തി ഈ വന്യമൃഗങ്ങളെ, കാട്ടാനയെ തടയുക എന്നുള്ളതാണ് ശാശ്വതമായ പരിഹാരം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും സർക്കാരും ശക്തമായി മുന്നോട്ട് വന്ന് ട്രെഞ്ചുകൾ താത്താൻ തയ്യാറായെങ്കിൽ മാത്രമേ കോതമംഗലം മേഖലയിലുള്ള ഏതാണ്ട് 5 പഞ്ചായത്തുകളാണ് വനാതിർത്തി പങ്കിടുന്നത്. ഈ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തുകളെ സംരക്ഷിക്കണമെങ്കിൽ ശാശ്വതമായി അവരെ കർഷകരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ട്രെഞ്ചുകൾ താത്താനുള്ള നടപടി സ്വീകരിക്കാനായിട്ട് മുന്നോട്ട് വരണം. പ്രദേശത്ത് നിരന്തരമായ കാട്ടാന ആക്രമണങ്ങളെ തുടർന്ന് പലരും വീടുകൾ ഒഴിഞ്ഞു പോവുകയും കൃഷി പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കഴിഞ്ഞ 34 വർഷങ്ങളായി മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി നിങ്ങളെ വരവേൽക്കുന്നു. 3000 രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ 2 ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ, 925 ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം 18 ക്യാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുമുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ. തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ.